തലസ്ഥാനത്ത് ഇന്ന് ബി.ജെ.പി. മേയർ ചുമതലയേറ്റു. 1987 അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചെടുത്താണ് ബി.ജെ.പി. ഇതുപോലെ ഗുജറാത്തിൽ ആദ്യം കരുത്തു തെളിയിച്ചത്. പിന്നെ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കണ്ടത് ഗുജറാത്തിലെ പൂർണ്ണമായ ബി.ജെ.പി. ആധിപത്യം. 1998 മുതൽ ഇന്നുവരെ ഗുജറാത്തിൽ തുടർച്ചയായി ഭരണം നടത്തുകയാണ് ബി.ജെ.പി. ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷ് ആദ്യ ബി.ജെ.പി. മേയറായി സ്ഥാനമേൽക്കുമ്പോൾ കേരളത്തിലും ഗുജറാത്ത് ആവർത്തിക്കും എന്ന് ആവർത്തിച്ചു പറയുകയാണ് ബി.ജെ.പി. ഇന്ന് കേരളത്തിൻ്റെ തലസ്ഥാനത്തിന് താമരത്തിളക്കം തന്നെ. ഇത് കേരളമാണ്, ഇവിടെ ബി.ജെ.പിക്ക് സ്ഥാനമില്ല എന്ന് തുടരെ പറഞ്ഞ LDFനും UDFനും ഇന്ന് നാണക്കേടിൻ്റെ കൂടി ദിനമാണ്. വി രാജേഷ് ചരിത്രം കുറിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിന് ഇനി കാവിയിടം എന്ന് പേര്. പ്രധാനമന്ത്രി ഇനി തിരുവനന്തപുരത്തെത്തുമ്പോൾ സ്വീകരിക്കാൻ മേയറുടെ ഔദ്യോഗിക വേഷത്തിൽ ബി.ജെ.പി. നേതാവ് കൂടിയായ വി രാജേഷ് ഉണ്ടാകും. 45 ദിവസത്തിനുള്ളിൽ തലസ്ഥാനത്ത് നരേന്ദ്രമോദി എത്തും. പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന് തറപ്പിച്ചു പറയുന്നു ബി.ജെ.പി. എന്താണ് ബി.ജെ.പിയുടെ അടുത്ത നീക്കം? കേരളത്തിൽ അവരുടെ തേരോട്ടം തുടങ്ങിയോ? ഇതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്യുന്നത്.